പിള്ളേർ വരും. ഒരു 7:45 അല്ലേ പ്രാർത്ഥിച്ച് ബിരിയാണി 6 മണിക്ക് നേരം അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാകാലത്തിനായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു. മത്സരത്തിനായി നന്ദിയോടെ സ്വാഗതം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നോക്കിയിരുന്നില്ല എങ്കിലും ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരു വാക്യമാണ്. ഹല്ലേലൂയ. നാലാമത്തെ വാക്യമാണ്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ 1:4 നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തു നാളോളം അതിനെ തികയ്ക്കുമെന്ന് വിശ്വസിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്യമാണ് ലേഖനത്തിലൂടെ നമ്മളൊക്കെയും കർത്താവായ ദൈവം നല്ല പ്രവൃത്തി ആരംഭിക്കാൻ നിൽക്കുവാണ് ഇടയായിട്ടുണ്ട്. ഈ നല്ല പ്രവൃത്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പരിലായി ചെയ്യുവാൻ വേണം ദൈവം നമ്മളെ ഓരോരുത്തർക്കും ഇടിയാതെ ഈ പ്രവൃത്തിയെ തുടർമാനമായി കൊണ്ടുപോകുന്ന വിഷയമാണ് അല്ലെ. നല്ല പ്രവൃത്തി ആരംഭിച്ചു, ആ പ്രവൃത്തി പെട്ടെന്ന് നിർത്താനുള്ളതല്ല, അത് തുടർമാനമായി നമ്മൾ ചെയ്യുക. നല്ല പ്രവൃത്തി കാരണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാനും കർത്താവിന് സാക്ഷ്യം വഹിക്കുവാനും വേണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. കാരണം ഈ ലോകത്തിൽ ഉള്ള എല്ലാത്തിനേക്കാൾ വിലയേറുന്നത് മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യരക്ഷയാണ്. നമ്മുടെ ആത്മാവിന്റെ നിത്യരക്ഷയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താ പറഞ്ഞു, സകല ലോകം നേടിയിട്ട് ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് ലാഭമുള്ളൂ, അല്ലെങ്കിൽ പ്രയോജനമുള്ളൂ. അപ്പോൾ ഈ പ്രവൃത്തി ദൈവം നമ്മൾ ആരംഭിച്ചത്, നമ്മൾ ഈ പ്രവൃത്തി നമ്മുടെ കാര്യം വിശ്വസിച്ചോട് ചെയ്യണം. വിശ്വസ്തന്മാർ തന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലേ. കാരണം ആ നാളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയിൽ വിശ്വസ്തയില്ലാത്തവരായി ഭക്തിയില്ലാത്തവരായി ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്നുണ്ട്. ഭക്തന്മാർ ഇല്ലാതെ പോകുന്ന മനുഷ്യന്മാരിൽ വിശ്വസ്തന്മാർ കുറയുന്ന ഒരു കാലയളവിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചു. ഓരോ സമൂഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ദൈവം വിളിച്ചു. ഒരു കാലത്ത് നമുക്കറിയാം ദൈവവചനത്തിൽ ദൈവസഭയ്ക്കെതിരായി എന്തെല്ലാം ചെയ്യുവാൻ തന്നെ കൊണ്ട് കഴിയുമോ അതൊക്കെ താൻ തൻ്റെ മാക്സിമം ലെവലിൽ ചെയ്തു. ഒരു ഭീഷണിയുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് തൻ്റെ പഴയകാല ജീവിതത്തിൽ, അതായത് ന്യായപ്രമാണപ്രകാരം ജീവിച്ച ആ സമയത്ത്, അതിനുശേഷം യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടപ്പോഴും തന്നിൽ ഉണ്ടായിരുന്ന ആ പ്രവൃത്തി, കാരണം തീഷ്ണതയോട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമ്മുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണല്ലോ. ദൈവം കാണാം, തീഷ്ണതയുള്ള ദൈവമാണ്, എരിവുള്ള ദൈവമാണ്. നമ്മൾ എരിവുള്ളവരായി കർത്താവിന്റെ പേരെ മുമ്പോട്ട് പോകുന്ന ആഗ്രഹമാണ്. അത് നമ്മളൊരു ഉദാസീനത്തോട് ചെയ്യുന്നതിനൊക്കെ കർത്താവിന്റെ പേരെല്ലാം ഉദാസീനത്തോട് ചെയ്യുന്നത് ശ്രമിക്കപ്പെട്ടവൻ കണ്ടല്ലോ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശ്രമിക്കപ്പെട്ടവനാണ്. അപ്പോൾ കർത്താവിന്റെ പേര് ഉദാസീനത ചെയ്യുക, എല്ലാം നല്ല ധൈര്യത്തോട്, ഉറപ്പോടെ, ഉത്സാഹത്തോടെ, മടി കൂടാതെ എവിടെയും പോയി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണം നമ്മൾ ഒരുക്കുന്നവരായിരിക്കണം. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ വിളിച്ചത് ദൈവമാണ്. വിളിച്ചത് വിശ്വസ്തനാണ്. കാരണം ദൈവം നമ്മുടെ കൂട്ടായ്മയിലേക്ക്, തന്റെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചു, ഒരു പ്രവൃത്തി നമ്മൾ കൂടി ആരംഭിച്ചു. ആ പ്രവൃത്തി തുടർമാനമായി ദൈവം നമുക്ക് ഓരോരുത്തരും വിശ്വസ്തയോടെ ചെയ്യണം. കാരണം ഇന്ന് കർത്താവിന്റെ പേരുടെ മുഖത്തൊക്കെയും ഒത്തിരി പ്രിയമുള്ളവരെ വിശ്വസ്തത കുറവുള്ളവരായി ചെയ്യാറുണ്ട്. കാരണം അവരെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്യുവാൻ കഴിയാത്തവരായി അവരുടെ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ പല നിലവാരത്തിലേക്ക് അത് പോകുന്നതായി കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന്റെ പ്രവൃത്തി നമ്മളിൽ ആരംഭിച്ചുവെങ്കിൽ ആ പ്രവൃത്തി അത് അവസാനത്തോളം, എന്നുവെച്ചാൽ നമ്മുടെ ജീവൻ പോകുമ്പോഴും. കാരണം ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വിളിച്ചത്. ആ പ്രവൃത്തി പകുതി സമയമാകുമ്പോൾ അത് നിർത്തിയിട്ട് പോകാനുണ്ട്. കലപ്പിക്ക് കൈവച്ചിട്ട് പുറകോട്ട് നോക്കുന്നതിനാലും തീരത്തിൽ കടപ്പാൻ യോഗ്യനല്ല. കാരണം ഒരു പ്രവൃത്തി ചെയ്യുവാൻ
ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി ഉത്സാഹത്തോടെ മടി കൂടാതെ ആരുടെയും മുഖത്ത് നോക്കണ്ട, നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും പ്രവർത്തിച്ചു. പലപ്പോഴും എത്ര പ്രവർത്തിച്ചാലും മതിയാകുന്നില്ല, എത്ര പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന് വേണ്ടി അത്രമാത്രം സ്നേഹം ആ നല്ലവനായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നു. ആ സ്നേഹത്തിന്റെ ആഴമോ നീളമോ വീതിയൊന്നും നമ്മൾ വേണ്ടവണ്ണം തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും നമുക്ക് ലഭിച്ച പ്രകാരം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ മടികൂടാതെ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു മടിയായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും എവിടെ പോയാലും ഒരു മടിയായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും ഒരു അതിനെതിരായിട്ട് ഒരു ബുദ്ധിമുട്ട് പറയുന്ന അനുഭവം ഉണ്ടായിട്ടില്ല. ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. കാരണം എവിടെ പോയാലും മടി എന്നുള്ളത് എനിക്ക് തോന്നാറില്ല. കാരണം എനിക്ക് കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴങ്ങൾ നോക്കുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മളെ വിളിച്ചു ആക്കി ദൈവം കർത്താവിനെ കണ്ടാലും യോഗാവസ്ഥാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. കാരണം നമ്മളെ പ്രവൃത്തി ചെയ്യുവാൻ വിളിച്ച ദൈവം നമ്മളെ ആക്കിയിട്ട് മാറിയിരിക്കുന്ന ദൈവമല്ല. കണ്ടാലും യോഗാവസ്ഥാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകണം. യേശു ക്രിസ്തു നാമത്തിൽ പോകുമ്പോൾ പ്രവർത്തിപ്പാൻ ദൈവം നമുക്ക് ശക്തി തരും. കർത്താവ് നമ്മൾ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടതായ പ്രചോദന ശക്തിയും കർത്താവ് വീണ്ടും പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. എന്നേക്കും നിങ്ങളോടൊപ്പം ഇരിക്കേണ്ടതിനും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ശക്തി ലഭിക്കേണ്ടതിനും എന്നേക്കും രണ്ട് വ്യക്തികൾ ആൾക്ക് നമ്മുടെ കൂടെ കൊണ്ട് എപ്പോഴും. കാരണം കർത്താവായ ക്രിസ്തു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് ഓർമ്മ നമുക്കുണ്ടാകും. അതുകൊണ്ട് കർത്താവദാസനായ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമ്മളിൽ ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥിക്കനുസൃതമായിട്ട് ഓരോ കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നിയമങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ധനപരമായ കാര്യങ്ങളിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ശരീരമായ ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ നമ്മുടെ മറ്റ് ആത്മീയ വിഷയങ്ങളിലാണെങ്കിലും എല്ലാത്തിലും ആത്മാവും ദേഹവും ദേഹിയും ഒരുപോലെ അനന്യമായി വെളിപ്പെടുവാതൊക്കെ ഒരു നാളിൽ നമുക്ക് ഇടിയായിത്തീരണമെങ്കിൽ ഈ മൂന്ന് കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുള്ളവർ മാത്രമല്ല പൂർണ്ണമായ നിലയിൽ വെളിപ്പെടുവാതൊക്കെ ഇടയാക്കേണ്ടതിന് എല്ലാത്തിലും വിശ്വസ്തയോടുകൂടി നമ്മൾ ജീവിക്കാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ ഭാവം നമ്മളെ ഏൽപ്പിച്ചുള്ള അതുകൂടാതെ വിശ്വസ്തയോട് കാരണം ആരോഗ്യം മൃഗവർക്കാൻ നിങ്ങൾക്ക് ചോട് നടക്കുവാൻ ദൈവം കാലിന്റെ ബലത്തിൽ നിന്ന് നടക്കാൻ കഴിയുമായിരുന്നു. ഇല്ല, പലതരമുള്ള ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുമ്പോൾ എത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ആവശ്യമായ നന്മകൾ ഒത്തിരിയും തന്നു. കാരണം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് വിളിച്ചിട്ട് മാറി നിൽക്കുന്ന ദൈവമല്ല. മുമ്പേ കർത്താവിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്ന ഏവർക്കും അതോടെ സകലതുമല്ല ആവശ്യമായതൊക്കെയും ദൈവം നൽകും. അതോടെ ഇതൊക്കെയും നൽകാൻ പറഞ്ഞില്ലേ, സകലവും നൽകാൻ പറഞ്ഞില്ല. സകലവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഓരോ ദൈവത്തിന്റെ മക്കൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമായത് ഇതൊക്കെ ഞാൻ ദൈവത്തോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കാറില്ല ഈ വിഷയങ്ങളിൽ മൊത്തം. കാരണം വിളിച്ച ദൈവ വിശ്വസ്തനായിട്ട് വരികയും 49 വർഷമായി കർത്താവിനെ പിൻപറ്റുവാൻ ജീവിതത്തിൽ ഇടയാക്കിയിട്ട് മറ്റുള്ള കുടുംബങ്ങളിൽ വെച്ച് കർത്താവ് എന്നെയാണ് ആദ്യമായി ഈ നാമത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതും അതുപോലെ സുവിശേഷത്തിന്റെ ആ പ്രവൃത്തി ചെയ്യുവാൻ വിളിച്ചത്. ഞാൻ കുടുംബത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല. എങ്കിലും കർത്താവിനെ വിളിച്ചത് ചെയ്യാൻ കർത്താവിനോട് പലപ്പോഴും ഈ വിശ്വാസം വന്ന് ആ ദിവസങ്ങളിൽ ചോദിക്കുമായിരുന്നു, എന്ത് ചെയ്യണം കർത്താവ്, എങ്ങനെയാണ് ഇത് ചെയ്യാമോ, ചെയ്യാൻ പറ്റുകയോ ഇതൊക്കെയും ചോദിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്കൊരു വെളിപ്പാട് കുറിച്ചാൽ അതൊക്കെ എന്തൊക്കെയാകണം എന്നുള്ളത് ബോധ്യം ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെയും. കാരണം ഈ വചനത്തിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. വചനത്തിന്റെ ബേസിൽ നിന്നല്ലാതെ ഒന്നും ചിന്തിക്കാൻ ഇടയാകരുത്. കാരണം ഈ വചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രാപിപ്പാൻ തക്ക വണ്ണം, അല്ലെ പ്രാപിക്കുക മാത്രമല്ല അതിന് പ്രകാരം ജീവിക്കുവാൻ തക്ക വണ്ണമാണ് ദൈവം നമുക്ക് മക്കൾ ഏൽപ്പിച്ചത്. വചനത്തെ ഓർക്കുമ്പോൾ നന്ദിയോട് ഒത്തിരി ഒന്നും വായിക്കാൻ പറ്റിയതിലും വായിക്കുന്ന സമയങ്ങൾ കുറച്ചാണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദശാംശത്തിൽ കൂടുതൽ കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നതിൻ്റെ ആഗ്രഹം. ദശാംശം സമയത്ത് കൂടുതൽ അതിനേക്കാൾ കൂടുതൽ ചെയ്യാറുണ്ട്.
എങ്കിലും എത്രമാത്രം സമയം കർത്താവിന് വേണ്ടി ചെലവഴിച്ചാലും ഒന്നുമാവുന്നില്ല. കാരണം ആരോഗ്യപരവും കർത്താവ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ തന്ന ദൈവത്തിന്റെ കൃപയാണ്. എല്ലാ താല്പര്യങ്ങളും ദാനങ്ങളും സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വരുവാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചിന്തിച്ചില്ല. എന്റെ ഉള്ളിൽ തന്നെ ആരെങ്കിലും പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ച നമ്മുടെ കർത്താവ് അന്ത്യത്തോളം അല്ലെങ്കിൽ അവസാനത്തോളം അത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം ദൈവം കൊണ്ട് സഹായിക്കും. ഓരോ കൃപയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. കൊടുത്തത് മാത്രമേ ദൈവം ചോദിക്കുള്ളൂ, കൊടുക്കാത്തതും ദൈവം ചോദിക്കുന്നില്ല. അതിൽ താമസിച്ചായിരിക്കും നമ്മൾ ഓരോരുത്തരും. അങ്ങനെ കർത്താവിന്റെ ഈ വചനം അല്പസമയം എടുത്തുകൊള്ളൂ. ഈ വചനം നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി വേണ്ടേ തോളം പറഞ്ഞുകൊണ്ട് ദൈവം അനുഗ്രഹിക്കുമാറാം. നല്ല പേര് ആരംഭിച്ചത് ആരോടും സ്വീകരിക്കും. ചിന്തയില്ല. നമുക്കറിയാവുന്ന വാക്യം, വേദവാക്യമൊക്കെ നമുക്കറിയാം അല്ലേ? ആര് വായിച്ചാൽ നമുക്കറിയാവുന്ന. വീണ്ടും നമ്മളോട് ഓർമ്മിക്കുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ വളരെ പ്രാർത്ഥിക്കുന്ന വളരെ ഷോർട്ടാണ്, മെസ്സേജും വളരെ ഷോർട്ടാണ്. ഫോണിലേക്ക് സമയം കൊടുത്താൽ 20 മിനിറ്റ് കൊടുത്താൽ 10 മിനിറ്റ് കൊണ്ട് കൊടുത്താൽ എല്ലാ ചിന്തകൾ ദൈവം തരുന്നതാണ്. എന്നാൽ മണിക്കൂറുകളും പ്രസംഗിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് വേണ്ടതൊന്നും ഇതിലൂടെ നമുക്ക് എടുക്കാൻ അല്ലേ? ചാന് ആയിരുന്ന ഒരിക്കലും പറഞ്ഞാലും ചാനെ അതേ വാക്യം ഒന്നുകൂടെ നോക്കുമ്പോൾ നമ്മളെ വിളിച്ചവൻ നമ്മളെ വേറെ ആരംഭിച്ചവൻ വിശ്വസ്തൻ. ഇവിടെ എളുപ്പമുള്ള അവസ്ഥ വരികയില്ല. വീഴ്ച താഴ്ച അവിടെ ഉണ്ടാവണമെന്നല്ലേ പറയാം. കാര്യം ഞാൻ ഒരു ഗ്രേസായിട്ട് പറയാനോ പ്രതികരിക്കരുത്. ദൈവം എന്നെ പ്രവർത്തിച്ച് ഒരുങ്ങാം. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു സന്ധ്യാസമയം നമുക്കിങ്ങനെ ദൈവസേനയിൽ കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ചില വിഷയങ്ങളോർത്ത് GMAയുടെ ടീമിൻ്റെ പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ച വൻകൃപയ്ക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കാരണം നല്ല ദേവദാസന്മാർക്കും പ്രത്യേകമായി ഭവനത്തിൽ വാടകയ്ക്ക് പരിദേശിയായി താമസിക്കുന്ന കണ്ണതുറൈ പാസ്റ്റർ ആൻറ്റിക്കായി മകൾക്കായി സ്തോത്രം ചെയ്യുന്ന പുണ്യയിലായിരിക്കുന്ന മകളെ ഓർക്കുന്നു. കർത്താവ് കുഞ്ഞിനെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദേവദാസിൻ്റെ വേലയും ശുശ്രൂഷയും കർത്താവ് ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെ കർത്താവിനെ പരിപാലിച്ച് നടത്തുവാൻ ആവശ്യമുള്ള ദൈവിക ജ്ഞാനവും ആലോചനയും ഓരോ ദിവസം നൽകി ദൈവസഭ എങ്ങനെ പോകണം, എങ്ങനെ ആയിത്തീരണം എന്നൊക്കെ വ്യക്തമായ ആലോചന നമുക്ക് ബൈബിളിൽ ദൈവം തന്നിട്ടുണ്ട്. കൂടാതെയുള്ള അതിനോട് ചേർന്നുള്ള ആലോചനകൾ പരിശോധന നൽകി അവരെ ഇത്രത്തോളം സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വീണ്ടും ദൈവാത്മാവരെ ബലപ്പെടുത്തിയും സഹായിക്കുകയും ചെയ്യട്ടെ. ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും ശാരീരികമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ ഭവനത്തിൻ്റെ ഉടമസ്ഥരെയും അയൽവാസികളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ഇന്നത്തെ കൂട്ടായ്മയിൽ എനിക്ക് പങ്കെടുക്കാൻ കർത്താവ് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഉള്ള കുറച്ച് കോളനി ഉണ്ട്. അവിടെ വരെ ഞാനൊരു ഭാര്യയും കൂടി ട്രാക്ടർ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച AGയുടെ പ്രവർത്തനത്തോടെ ബന്ധത്തിൽ ബേഗീസോറിനും അവിടുത്തെ അംഗമാണല്ലോ അവരോട് കൂടെ പാസ്റ്ററിൻ്റെ ഹോളിൻ്റെ വശത്ത് പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ചെറുതുമെന്തുമായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് നമ്മൾ ഓർപ്പിച്ച വചനം പോലെ നമ്മളിൽ നല്ല പ്രവൃത്തിയാണ് ദൈവം ആരംഭിച്ചത്. കെട്ട പ്രവൃത്തിയല്ല നമ്മളിൽ കെട്ട പ്രവൃത്തിയല്ല, നല്ല പ്രവൃത്തിയാണ് ദൈവം നമ്മളിൽ ആരംഭിച്ച്. കാരണം നല്ലവനായ ദൈവത്തെ ആണ് നമ്മൾ സേവിക്കുന്നത്. അല്ല, ദൈവം നല്ലവനാകുന്നതുകൊണ്ടാണ് നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചത്. ദൈവം നല്ലവനാകുന്നതുകൊണ്ട് നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു. ദൈവം ആദ്യ ഉൽപ്പത്തി 1 പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന അവൻ സകലവും നന്നായി ചെയ്തു. അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം വരെയും ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന യേശു സകലവും നന്നായി ചെയ്തു. അങ്ങനെ വാക്യമുണ്ട്. മർക്കോസ് സുവിശേഷം 7:37 വാക്യം നമ്മൾ വായിക്കുന്നത് യേശു സകലവും നന്നായി ചെയ്തു. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കും അത് പാഴായി പോയല്ലോ, ശൂന്യമായി പോയല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒരു വളർച്ചയിലല്ലോ, ദുഃഖമാണല്ലോ, ഭാരമാണല്ലോ. ഈ വിശ്വാസം വന്നിട്ട് യേശുവിനെ പിൻപറ്റിയിട്ട് യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ടൊക്കെ സഭയുടെ അംഗമായി തീരുന്നതിൽ ഞങ്ങൾക്ക് ഇന്നും വേണ്ടുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ച പ്രാപിച്ചില്ല എന്ന് പലരും ചിന്തിക്കുന്ന അനുഭവത്തിലും കർത്താവ് പറയുന്നത് അത് ദൈവം അത് നന്നായി ചെയ്യുന്നതാണ്. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിലെ താഴ്ചയായിക്കോട്ടെ, വീഴ്ചയായിക്കോട്ടെ, ഭാരമായിക്കോട്ടെ, രോഗാവസ്ഥ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും അതെല്ലാം കർത്താവ് അറിയാതെ അല്ല, കർത്താവ് അത് നന്നായി ചെയ്തു, നന്മയ്ക്കായി ചെയ്തു അല്ല, ഉപരിയായി ആദ്യം അവൻ നന്നായി ചെയ്തു. ആ വാക്യം ഇവിടെ പറയുന്നത് കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു. അപ്പോൾ
കുരുടനായി ജനിച്ചതും ചെകിടനായി ജനിച്ചതും എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. കുഷ്ഠരോഗിയായി ജനിച്ചതും അത് ദൈവം അറിയാതെയല്ല. പക്ഷെ അതെന്ത് ചെയ്യാൻ വേണ്ടിയാണ്? അതിനെ മാറ്റുവാൻ ദൈവത്തിന് സമയത്ത് ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്തനാത്മാവുകൊണ്ട് ഈ ദിവസം നമ്മൾ അതിനെ സഹായിക്കും, ബലപ്പെടുന്ന ചേട്ടേ പ്രാർത്ഥിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നത് പോലെ കൂടുതൽ യവനക്കറിയാനും ആദ്യമായി വന്ന മീറ്റിങ്ങിനും പ്രാതിപാത്മ തന്ന ഒരു കാര്യമാണ് കൂടി ചേർന്ന് പ്രവർത്തിപ്പാൻ. ചെറുപ്പക്കാരെ ദേവദാസന്മാരായിക്കോട്ടെ, നമ്മുടെ ചെറുപ്പക്കാരായ വിശ്വാസികൾ ആര് തന്നെ ആയിക്കോട്ടെ, ചെറുപ്പക്കാരെ കർത്താവ് യുവജനങ്ങളെ കർത്താവ് കൂടുതൽ ചേർത്ത് ഈ ദിവസം കൂട്ടി വരുത്തട്ടെ. സ്വതം നമ്മളിൽ ആ ഒരു എരിവ്, നമുക്ക് തന്ന എരിവ്, അല്ലെങ്കിൽ എരിവോടെ ചിലവ് വരുവാനും, അല്ലെങ്കിൽ എരിവില്ലാത്തവർ വന്നാലും ആ എരിവ് പകർന്നു കൊടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വതം പൗലോസ് അതാണ് ദൈവം പൗലോസും കൂടി ചെയ്യിപ്പിച്ച് തീമോത്തിയോസിലേക്ക് ആ എരിവ് പകർന്നു കൊടുത്തു. സ്വതം അത് കൈവപ്പിനാലായിക്കോട്ടെ, വചനം പകർന്നിട്ടായിക്കോട്ടെ, പ്രാർത്ഥിച്ച് എങ്ങനെ ആയാലും ഏത് വിധേന ആയാലും സ്വതന്ത്രം. അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം അത് സ്റ്റീൽ ഗ്ലാസ്സിലായാലും പൊട്ടുന്ന ചിൽ ഗ്ലാസ്സിലായാലും വെള്ളമാണ്. വെള്ളം കുടിച്ചാൽ മതിയല്ലോ. ദാഹം മാറാൻ വേണ്ടി വെള്ളം കുടിക്കണം. ഏത് പാത്രം വിഷയമല്ല എന്ന് പറയുന്നത് ഏത് ദൈവദാസന്മാരായാലും ഏത് രീതിയിലായാലും നമുക്ക് ആത്മശക്തി പ്രാപിക്കണം എന്നാണ് കാര്യം. നമ്മളെ കർത്താവ് ഏൽപ്പിച്ച് നമ്മളിൽ ഒരു തീ തന്നത്, നിങ്ങളിൽ ഒരു ജ്വാല അല്ലെങ്കിൽ ഒരു എരിവ് തന്നത്, ഒരു വിഷയം അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി തന്ന് അത് പകരാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത കടന്നു വരുന്ന ഓരോരുത്തർക്കും പകരാൻ വേണ്ടി. സ്വതന്ത്രം. അതുകൊണ്ട് നമ്മൾ ക്ഷീണിച്ചു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, മാനുഷ്യമായ രീതിയിൽ എല്ലാ സംഭവങ്ങളും സംഭവിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം വിട്ടുപോകും, നിങ്ങൾ പിന്മാറിപ്പോകരുത്, ക്ഷീണിച്ചു പോകരുത്, അതേ പ്രാർത്ഥനയെ നിങ്ങൾ മടുത്ത് പോകരുത്. പ്രാർത്ഥനയെ നമ്മൾ മടുപ്പിക്കാൻ വേണ്ടി പല സംഭവങ്ങൾ സംഭവിക്കും. സ്തോത്രം. അല്ലെങ്കിൽ അച്ചാൻ പറഞ്ഞ പോലെ തുടക്കത്തിൽ പറഞ്ഞാലുള്ള ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ, നമ്മൾ മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ആൻറ്റിയും പ്രാർത്ഥിച്ച് പറഞ്ഞ കാര്യമാണ്. അത് എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ പൗലോസ് പറയുന്നത്, അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും വരരുത്. അപ്പോൾ ആർക്കും വേണ്ടിയും സംഭവിക്കും. അത് പൗലോസിനും സംഭവിക്കും, അത് ഇന്നലെ സ്നാനപ്പെട്ട വിശ്വാസിക്കും സംഭവിക്കും. അത് അവിശ്വാസം എന്നുള്ളൊരു ദുഷ്ടഹൃദയം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമുക്ക് സഭ തന്നത്, കൂട്ടായ്മ തന്നത്. എന്തിനു വേണ്ടി? നമ്മൾ ഈ അവിശ്വാസങ്ങൾ ജയിക്കാൻ വേണ്ടി, നമ്മളുടെ ക്ഷീണങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് കൂട്ടായ്മ തന്നത്. സ്തോത്രം. അല്ലെങ്കിൽ അച്ചാൻ പറഞ്ഞ ആ വാക്യത്തിനായി അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് യേശുക്രിസ്തുവിന് നാളെ തികയ്ക്കുവാൻ കഴിവുള്ള ബലമുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഒരു കഴിവുള്ള ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് സ്തോത്രം ചെയ്യുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ വരും. അത് പൗലോസ് സംഭവിച്ചു, മോശയ്ക്ക് സംഭവിച്ചു, 30 ലക്ഷം ജനത്തിന് സംഭവിച്ചു. പക്ഷെ അവിടെ എല്ലാം അവരെ അധികം പേരെയും ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിച്ചു. എന്നാൽ പലരും എത്താതെ പോയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു നല്ലൊരു ഉദാഹരണമാണ് യേശുവിന് കൂടെ നടന്ന 3.5 വർഷം ശുശ്രൂഷ പോലും ചെയ്ത യൂദാസ് ഇസ്കറിയോത്ത്. അവൻ അവിടെ എത്തിയില്ല. അപ്പോൾ യേശുവിന് കൂടെ നടന്നവനാണ്. യേശു നേരിട്ട് അവനെ കൈമാറ്റം ചെയ്തതിൻ്റെ ശക്തി കൈമാറ്റം ചെയ്തു, അത്ഭുതം അടയാളം ചെയ്തവനാണ്. പക്ഷേ അവസാനം തൻ്റെ ജീവിതം നശിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയും സംഭവമുണ്ട്. അപ്പോൾ ദൈവം അത് അറിയാതെ അതാ. അപ്പോൾ അത് പക്ഷേ എന്നാൽ യേശുവിന് കൂടെ നടന്നിട്ട് അത് സംഭവിച്ചില്ല. അപ്പോൾ അങ്ങനെയും യേശുവിന് കൂടെ നടന്ന ഒരു ശിഷ്യന് സംഭവിച്ചെങ്കിൽ അത് സഭകളിൽ വിശ്വാസികളിൽ ദേവദാസന്മാർ സംഭവിക്കും. അന്നും സംഭവിച്ചു, ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചത് സ്വതന്ത്രം ആ ഉദ്ദേശം നിറവേറ്റാൻ വേണ്ടി, ആ ഓട്ടം തികയ്ക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓട്ടത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന അനുഭവം വരുന്നുവെങ്കിലും നമ്മുടെ സ്വയം പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും അതേ സഭയുടെ കൂട്ടായ്മ നിമിത്തം നമുക്ക് ശക്തി അത് ഏറ്റെടുത്ത് മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടി നമുക്ക് കൂട്ടായ്മ തന്നത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ പെട്ടെന്ന് വായിച്ച ഒരു ഭാഗം 2 വാക്യങ്ങൾ എന്നെ ഇങ്ങനെ സ്പർശിക്കാൻ ഇട വന്നു. അത് ഇങ്ങനെ ഇവിടെയുള്ള ഞാൻ പറഞ്ഞ വാക്യത്തോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ചേർന്ന് ഒരു വാക്യം കൂടി ആകുമെന്ന് ഞാൻ ഇപ്പോൾ അത് മനസ്സിലാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു തൻ്റെ 12 ശിഷ്യന്മാരോട് കൽപ്പിച്ച് തീർന്ന ശേഷം അതത് പട്ടണങ്ങളിൽ ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. സ്തോത്രം. 2-ാമത്തെ വാക്യം പറയുന്നത്, യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തികളെ കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചത് എന്തിനാണ്? 2 ഗുരുക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ആ 2 ഗുരുക്കന്മാരുടെ 2 ശിഷ്യന്മാരെയും കാണാൻ സാധിക്കും. 2 കൂട്ടരെ നമുക്ക് 1-ലും 2-ലും കാണാൻ സാധിക്കും. യേശു ദൈവത്തിൻ്റെ ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ അത് പ്രസംഗിപ്പാനും ഉപദേശിപ്പാനും ഒക്കെ താൻ അവിടെ തുടർന്ന് പോകുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ ശിഷ്യന്മാരുമായിട്ടാണ് യേശു പോകുന്നത്. എന്നാൽ 2-ാമത്തെ വാക്യത്തിൽ യോഹന്നാനും ശിഷ്യന്മാരുണ്ട്.
പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ യേശുവിന് മുമ്പേ സ്നാനം ആരംഭിച്ചു, സുവിശേഷം അറിയിച്ച ഒരു മനുഷ്യനാണ്, ദൈവത്താൽ നിയോഗം പ്രാപിച്ച മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തന്നെ വിശ്വാസമൊക്കെ അല്പം ക്ഷീണിച്ചു. പ്രൈസ് ദി ലോർഡ്. അവസാനം തന്നെ എവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷി ആവും തീർന്നു. പക്ഷേ സംശയം വന്നു, അവിശ്വാസം വന്നു. അതുകൊണ്ടാണ് ഇവിടെ അത് യേശു, ഞാൻ കാരാഗ്രഹത്തിനായിട്ട് വേറൊരു പാസ്റ്റർ പ്രസംഗിച്ച് പറഞ്ഞൊരു കാര്യം കടം കൊടുക്കട്ടെ. പാസ്റ്റർ പറഞ്ഞാൽ യേശുവിനെ വന്ന് കാരാഗ്രഹത്തിൽ ഒന്ന് കാണാൻ പോലും യേശു തുനിയില്ല, യേശുവിന് ആവശ്യമില്ലായിരുന്നു. പക്ഷേ യോഹന്നാൻ വിചാരിച്ചൊരു കാര്യം, ഞാൻ എന്തായാലും 6 മാസം മൂപ്പുള്ളവനാണല്ലോ, ദൈവപുത്രനാണെങ്കിലും ഞാൻ മനുഷ്യപ്രകാരം ഞാൻ 6 മാസം മൂപ്പാണ്. ഞാനാണ് സുവിശേഷം അറിയിക്കാൻ ആരംഭിട്ടത്, ഞാനാണ് സ്നാനം, അത് മുമ്പ് സ്നാനങ്ങളൊക്കെ പഴയ നിമിത്തം ഉണ്ടെങ്കിലും ഞാൻ ആ സ്നാനം അത് ആരംഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ താൻ കാരാഗ്രഹത്തിൽ, വീട്ടിൽ വന്ന് കാണാൻ വേണ്ടിയല്ല, ശുശ്രൂഷ സമയത്തും കാണാൻ വേണ്ടി താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നു. എന്ത് നിമിത്തം? അത് സുവിശേഷ നിമിത്തം, യേശുവിൻ്റെ നാമനിമിത്തം താൻ ഇവിടെ കാരാഗ്രഹത്തിലായിരിക്കുന്നു. അവിടെ വന്ന് എന്നെ കാണാൻ പോലും യേശുവിന് മനസ്സുണ്ടായിട്ട് സമയം ഉണ്ടായില്ലല്ലോ. അത് താൻ സംശയിച്ചു. എന്നിട്ട് സംശയിച്ച് അവരോട് പോയി പറയുകയാണ്, നിങ്ങളിപ്പോൾ യേശു ചെയ്ത പ്രവർത്തികളൊക്കെ വെച്ച്, യേശുവിനെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്, യേശുവിനെ സ്നാനപ്പെടുത്തിയ ദേവദാസനാണ്. പക്ഷേ കാരാഗ്രഹ അനുഭവം വന്നപ്പോൾ തനിക്ക് ക്ഷീണം വന്നു, തനിക്ക് പ്രയാസം വന്നു. അത് എബ്രായ ലേഖനം എഴുതാൻ കാരണം അത് തന്നെയാണ്. അല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ലേഖനവും എഴുതാൻ കാരണം അവരെല്ലാവരുടെയും ജീവിതത്തിൽ ആത്മീയമായ ക്ഷീണം വന്നു, വിശ്വാസത്തിൽ പിന്മാറ്റം വന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആ ഒരു വിശ്വാസ ദൈവത്തെ അത് സ്നേഹിച്ചു. ആ മമ്മ പറഞ്ഞ, ആൻറ്റി പറഞ്ഞ ആ വാക്യം, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവൻ അത് അന്വേഷിക്കുന്നതൊക്കെ താൻ അത് പ്രതിഫലം നൽകുന്നു എന്നും കൂടി അതേ വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ വെറും ദൈവത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ഞാൻ വിശ്വസിച്ചാൽ എനിക്കൊരു പ്രതിഫലം ഉണ്ട്. ആ പ്രതിഫലം ഇവിടെയാണോ എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. ഏത് പ്രതിഫലം നോക്കിയാലും അതേ നീ ദൈവത്തോട്, നിൻ്റെ പിതാവായ ദൈവത്തോട് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചാൽ അവൻ പ്രതിഫലം നൽകും. പക്ഷെ പ്രതിഫലം എവിടെ നൽകുമെന്ന് ബൈബിളിൽ എഴുതി. നമ്മളത് പാസ്റ്റർമാർ ചേർത്ത് പറഞ്ഞു, അവൻ രഹസ്യത്തിൽ പ്രാർത്ഥിച്ചുവെങ്കിൽ പരസ്യമായി അനുഗ്രഹിക്കുന്നു അല്ല. ഇന്ന് വ്യക്തമായി സ്വതന്ത്രം ദൈവാത്മാവ് കമ്മറ്റി പലതും ഞാൻ വായിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ്. സ്വതന്ത്രം ആ ദൈവം അവിടെ നമ്മളായിട്ട് ബന്ധുക്കോസ്കാരെ പാസ്റ്റർമാർ നമ്മൾ ചേർത്ത കാര്യമാണ്. രഹസ്യമായി പ്രാർത്ഥിച്ചാൽ പരസ്യമായി അനുഗ്രഹിക്കും അല്ല. ആയിരിക്കും ചിലപ്പോൾ പരസ്യമായിരിക്കും, ചിലപ്പോൾ രഹസ്യമായിരിക്കും. പക്ഷേ ഉറപ്പ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷേ പ്രതിഫലമുണ്ട്. അത് ഈ ലോകത്തിനായിക്കോട്ടെ, വരുവാൻ ലോകത്തിനായിക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. വരുവാൻ ലോകത്തിന് അധികം നമ്മൾ അത് പറഞ്ഞ പോലെ നമുക്ക് അതിനുവേണ്ടി അധ്വാനിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ ക്ഷീണം, തന്നെ ആ ആത്മീയ ക്ഷീണം വന്നപ്പോൾ താൻ അവരോടൊപ്പം പറയുകയാണ്, യേശു ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പോയി അന്വേഷിപ്പാൻ ചോദിക്കുന്നത്, നീ തന്നെയോ ഞങ്ങൾ കാത്തിരിക്കുന്ന രക്ഷിതാവ്, അത് വീണ്ടെടുപ്പുകാരൻ നീ തന്നെയോ എന്നൊരു സംശയം പോലും താൻ ചോദിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അതേ പ്രൈസ് നമ്മൾ എത്ര തുടക്കം അത് എന്തൊക്കെ നമ്മൾ ചെയ്താലും അത് വിഷയമല്ല, അത് നല്ല കാര്യമാണ്, കർത്താവ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അന്ത്യം ഒടുക്കം നമ്മുടെ അത് നല്ല പോലെ തന്നെ വിശ്വാസം തന്നെ ആകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇന്ന് ഒത്തിരി അത്ഭുതം അടയാളം ഞാൻ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പലരും ഒത്തിരി അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് ഞങ്ങൾ ഈ കോളനിയിൽ വന്നൊരു വീട്ടിൽ എന്തോ സൗകര്യം, ദിനകരൻ 35 വർഷം മുമ്പേ ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് അവരെ തളർവാദം ഉണ്ടായ അന്നത്തെ കാലത്ത് 38 വയസ്സിൽ അവൻ മരിച്ചു. പക്ഷെ 35 വർഷം മുമ്പ് ദിനകരൻ ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ച ഒരു വീട്ടിൽ ഇവിടെ ഉണ്ട് ഈ കോളനിയിൽ. അവർ കോളനി തൊട്ട് അപ്പുറത്താണ് ഹിന്ദുക്കളാണ്. ഇന്നിപ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, വളരെ എനിക്ക് ദുഃഖം തോന്നി. സൗഖ്യം പ്രാപിച്ചിട്ടും അവർ രക്ഷ പ്രാപിച്ചില്ല. മനസ്സാന്തപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല, സഭയുടെ അംഗമായി ഇന്നും അവർ ഹിന്ദുക്കളായിട്ടാണ്. അപ്പോൾ ആ സൗഖ്യം കൊണ്ടെന്ത് കാരണം? PG ഓഫീസിനാണ് കഴിഞ്ഞു, PG വർഗീസിൻ്റെ ഓഫീസ് കഴിഞ്ഞ ദിവസം വേറൊരു കാര്യത്തിൽ പോയപ്പോൾ അവിടെ സ്റ്റാഫായിട്ട് ഇരിക്കുന്ന ജോലിക്കാർ അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല, കത്തോലിക്കയാണ്. അവർ PG ഒത്തിരി അത്ഭുതം അടയാളം ചെയ്യുന്നുണ്ട്. താനാക്കി വെച്ച തൻ്റെ ഓഫീസിലുള്ള ആൾ രക്ഷിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അവരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ ഈ കത്തോലിക്കയിൽ ഈ വിശ്വാസം ജീവിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പം ഇല്ല. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാപിച്ച സത്യം അത് ഞാൻ അത്ഭുതം ചെയ്തില്ലെങ്കിലും കർത്താവിനെ ഏൽപ്പിച്ച കാര്യം, അത് മേളിൽ പറയുന്ന അവന് പ്രസംഗിക്കാനും അത് ഉപദേശിക്കാനും കൂടി ആ ശിഷ്യന്മാരുമായിട്ട് പുറപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് പ്രധാനമല്ല അവൻ്റെ വചനമാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ശക്തിയോടെ ദൈവം പറയുന്ന കാര്യമാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നത്, നീ എൻ്റെ ഈ സഹിഷ്ണുത വചനങ്ങൾ നീ കാത്തതുകൊണ്ട്
പഴയ നിയമത്തിൽ 10-100 പ്രാവശ്യം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വചനം കാക്കണം കാക്കണം കാക്കണം. ആരിൽ നിന്ന് കാക്കണം? പിശാചിൽ നിന്ന് കാക്കണം. കാരണം എന്താ? അവൻ മായം ചേർക്കും. ആദ്യമേ അത് അമ്മച്ചിയെ ആ ഫലം കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. സ്തോത്രം. അത് നമ്മുടെ ടീമിൽ അത് ആ ദൗത്യം കൂടി ഉണ്ട്. എന്താണ് നമ്മൾ പറയുന്ന സുവിശേഷം അത് വ്യക്തമായി സ്പഷ്ടമായി പറയുവാൻ, കേൾക്കുന്നവർക്ക് അവർക്ക് രസിക്കാൻ വേണ്ടിയല്ല, അവർക്ക് മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ, രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, ജീവന പുസ്തകത്തിൽ പേര് എഴുതപ്പെടുവാൻ കാരണമായി തീരുവാൻ, യേശു ക്രിസ്തു രക്ഷിതാവായി സ്വീകരിപ്പാൻ കാരണമായി തീരുവാൻ, കർത്താവിലേക്ക് അവർ കേട്ടവർ അവർ തന്നെ അത് സുവിശേഷം അറിയിക്കുന്ന വക്താക്കളായി തീരുവാൻ. നമുക്ക് എല്ലായിടത്തും പോയി ഓടി സാധിക്കും. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ പോയി രണ്ട് തവണയായി പോകുന്നു. അത് നിമിത്തമായി രക്ഷിക്കപ്പെട്ടവർ തന്നെ വരുന്ന ദിവസം സ്നാനപ്പെടുവാനും അവിടെ ശ്യാമൽ ദാസ് പാസ്റ്ററിൻ്റെ സഭയിൽ ചേരുവാനും അവർ തന്നെ അവിടെ പോയി ദേശത്തെ നേടിയെടുക്കുന്നതാണ്. അവർ തന്നെ സുവിശേഷകന്മാരായി തീർന്നാലും കുഴപ്പമില്ല, അല്ല സാധാ വിശ്വാസിയായിരുന്നാലും അത് നമുക്ക് അറിയുന്ന കാര്യം. തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ അങ്ങനെയാണ്. അവർ തന്നെ സഹോദരന്മാർ പോയി അവർ വേല ചെയ്യുന്ന അവർ ഊലിയ വേല ചെയ്യുന്ന ആൾക്കാരുണ്ട്. പാസ്റ്റർമാർ മാത്രമല്ല, അവർ തന്നെ പോയി സുവിശേഷം അറിയിക്കുക. അത് നിമിത്തം അവർ പലരെയും നേടുന്നു. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കും, വീട്ടുകാരായിരിക്കും, ആരെ തന്നെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ അവർക്ക് കൊടുത്ത ആ തീ, നമ്മൾ അവർ പകർന്ന ആ വിശ്വാസം, നമ്മൾ അവർ പകർന്ന ആ പുതിയ ആ നല്ല പ്രവൃത്തി, കർത്താവ് നല്ല പ്രവൃത്തി അവർ നിമിത്തം മറ്റുള്ളവർക്ക് പകർന്ന് അത് തികപ്പാൻ ദൈവാത്മാവ് ഈ നാളിൽ ശക്തിയോടെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അതേ പ്രൈസ് ദി ലോർഡ്. 2 കൂട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, യേശുവും തൻ്റെ ശിഷ്യന്മാരും. കർത്താവ് ആ കാര്യം തികച്ചു. എന്നാൽ കർത്താവ് ഏൽപ്പിച്ച തനിക്ക് മുന്നോടിയായി ഓടിയ യോഹന്നാൻ സ്നാപകൻ തനിക്ക് കർത്താവ് ഏൽപ്പിച്ച കാര്യം പൂർണ്ണമായി തികയ്ക്കാൻ സാധിച്ചോ ഇല്ലയോ എന്ന് ബൈബിളും വ്യക്തമായി പറയുന്നില്ല, നമുക്കും അറിയില്ല. പക്ഷേ അവസാനമായി തല ഛേദിക്കപ്പെട്ടു. നല്ല കാര്യം. കർത്താവിന് ശക്തിയോട് നിന്ന് സർപ്പസന്തതികളെ എന്ന് അത് ശക്തിയോടെയാണ് താൻ ദൂതുകൾ അറിയിച്ചത്. അത്ഭുതമൊന്നും യോഹന്നാൻ ചെയ്തില്ല. എന്നെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. ഒരു അത്ഭുതം, ഒരു പേന പോലും തന്നെ എടുത്ത് അത്ഭുതം ചെയ്തിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ്റെ തന്നിൽ പകർന്ന ആത്മശക്തിയാൽ തൻ്റെ വചനം കേട്ട് മനുഷ്യന് മാനസാന്തരപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അനേകർ, അത് ഉന്നത ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, അത് സദുക്യരായിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള ആൾക്കാർ വന്ന് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവസാനം എൻ്റെ ജീവിതത്തിലെ വിശ്വാസം അവിശ്വാസം കടന്നു വന്നപ്പോൾ കർത്താവ് ദുഃഖത്തോടെ പറയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദിവസങ്ങൾ മറ്റുള്ളവരെ നാം ബലപ്പെടുത്തി, അന്യോന്യം ബലപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ, ഈ ഓട്ടം ഓടി തികപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്നേഹിച്ച ശിഷ്യനാണ്. നേതാക്കളും ഈ വൈദ്യുതി സുശിഷ്യന്മാർക്കുള്ളൊക്കെ മനസ്സിലാകും. യേശുവിനെ കൊണ്ട് സ്നേഹിക്കപ്പെട്ട എന്ത് കാലം ഒരത്ഭുതങ്ങളോ യോഹന്നാൻ കാണിച്ചിട്ടില്ല. മാസ്റ്റർ പറഞ്ഞത് ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാല് ഒരത്ഭുതങ്ങളോ അടയാളങ്ങളും ചെയ്തില്ലെങ്കിൽ പോലും ജനം മാനസാന്തരപ്പെട്ടു വന്നു, സ്നാനമേൽക്കാൻ വന്നു. ഇന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചാൽ പോലും ഒരുത്തനും ഇല്ല. അപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വിശ്വസിച്ച് വരുന്നവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഭാവിച്ച് പോകും. ഇനി ഞാൻ പറയട്ടെ, നമ്മൾ പോയി വീട്ടിൽ പറഞ്ഞ പ്രാപ്ത നന്മ മതി. നിന്റെ ജീവിതം നിത്യയാക്കപ്പെടണമെങ്കിൽ നീ കർത്താവിനെ രക്ഷകൾ സ്വീകരിക്കുവാനുള്ള ആദ്യം പറയും. നീ നിന്റെ പ്രശ്നങ്ങൾ കർത്താവിൽ മാറ്റാൻ പ്രശ്നമാണ്. പക്ഷെങ്കിൽ അവർ പറഞ്ഞ് രക്ഷ വന്നോ നിത്യത എന്ന വിഷയത്തിൽ ആരാ കൂട്ടുകാരൻ? നമ്മളാണ് അനേക വാതിൽ അടച്ചു വെക്കുന്നത്. അത് നമ്മൾ ഉത്തരവ് പറഞ്ഞു വെക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ടീമിൽ പ്രവർത്തനമാണ്. നമ്മൾ തന്നെ വാതിലടയ്ക്കാൻ പ്രമാണമില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു ഒറ്റ വ്യക്തിക്ക് വേണ്ടി നിങ്ങളൊക്കെ പറയാമല്ലോ. എനിക്കറിയാം, ഞാൻ ചെയ്തു ഒരു സഹോദരൻ ആരെയും കടു കുടിച്ചു, പുറത്തൊരു അഡ്മിറ്റായി, സൗഖ്യം പ്രാപിച്ചു, വീട്ടിൽ വന്നു, പിന്നെ കണ്ടുപിടി നമ്മൾ വേണ്ടി അവരുടെ പേര് പറഞ്ഞേക്കുന്നത് പ്രാർത്ഥിക്കാൻ ഏറ്റെടുത്ത് നടത്തണം. നമ്മളെന്ത് ചെയ്തിരുന്നു?
ഇപ്പൊ അവൻ രക്ഷിക്കപ്പെട്ടു വേർപെട്ടു വരാത്ത കാര്യം അവനോട് പ്രാർത്ഥിക്കുന്നില്ല. കാരണം അവൻ കണ്ടുകൂടി രക്ഷപ്പെടാനുള്ള പ്രാർത്ഥിച്ചു. പക്ഷെ അവൻ ചെയ്തു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ ചെയ്യേണ്ടത്. ഒരു മിനിറ്റ് കൂടെ വരാതെ. അവസാനം ഇതായിരുന്നു അല്ല അങ്ങനെ പറയാൻ ഞാൻ പണ്ട് കസ്മെറ്റിക്കലായിരുന്നപ്പോഴാണ് 94 എൻ്റെ മുടി വെട്ടാൻ വരുന്ന ഒരു പുള്ളി ഇപ്പോഴും ഉണ്ട്, ശശി എന്ന് പറയുന്ന പറയാനുള്ള ബാർബർ. ഞാൻ ആ പുള്ളിയെ കുടിക്കാതെ ഞാൻ കണ്ടിട്ടേ. അപ്പം ഞങ്ങളുടെ വാർഡിലെല്ലാം വന്നു പുള്ളി മുടി വെട്ടാൻ പോയി. ഇവിടെ എല്ലാവരും എന്നിട്ട് അവിടെ വരുന്നുണ്ട്. പുള്ളി കൈ ഇങ്ങനെ വിറക്കും പിടിച്ചു. അപ്പം ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വരുമ്പോഴെല്ലാം ഞാൻ പുള്ളിയോട് ഇങ്ങനെ പറയും, നമുക്ക് ഇങ്ങോട്ട് പോകണമെന്നോ കോട്ടയം പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ അറിയത്തുള്ളൂ. ഞാൻ ഈ പുള്ളിയെ വിളിച്ചുകൊണ്ട് ഒരാഴ്ച കൊണ്ടുപോയി. അവിടെ ചെന്നൊരു വെള്ളം മേടിച്ചുകൊണ്ടുവന്ന കൈ ഇങ്ങനെ കുറച്ചാൽ വെള്ളം വരെ കയ്യിൽ പോയി. ഈ പുള്ളിക്കാരനെ അതുപോലുള്ള പുള്ളിക്കാരൻ. അപ്പം ഈ പുള്ളിക്കാരനെ ആ ധ്യാനത്തിന് പോയി ഈ മദ്യപാനം പറഞ്ഞ കർത്താവ് ഉപയോഗിച്ചു. ഇന്നും പുള്ളി കുടിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ജംഗ്ഷൻ പുള്ളിക്ക് ബാർബർ ഷോപ്പുണ്ട്. ഇന്നും പുള്ളി കുടിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കെല്ലാം കോട്ടയത്തും വേളാങ്കണ്ണിക്കും എല്ലാം പോകും. ആരും പറയാതെ കോട്ടയൊക്കെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി ധ്യാനം പോകും. അപ്പം ഞാൻ ഈ പുള്ളിയെക്കുറിച്ച് പലരോടും പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നില്ല കാര്യമുണ്ട്. പുള്ളി മദ്യപാനം നിർത്തിയപ്പം ഭൗതികമായിട്ട് സാമ്പത്തികമായിട്ട് പുള്ളി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ സിറ്റുവേഷനൊക്കെ മാറിയാണ്. ശാരീരികമായിട്ട് പുള്ളി ക്ഷീണമായിട്ട് മാറി, മാനസികമായിട്ട്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഒരു സന്തോഷമാണ്. ശാരീരികമായിട്ട് പുള്ളി രക്ഷപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തപ്പെടും. ആരോടും പറഞ്ഞാൽ ഞാൻ ഈ സ്നാനപ്പെട്ടതിന് ശേഷവും അവർ വീട്ടിൽ ചെന്നിട്ട് ഭാര്യ അവിടെ എല്ലാം പോകും ഹോട്ടലൊക്കെ. ഞാൻ ചെന്ന് സത്യസുവിശേഷങ്ങളോട് പറഞ്ഞിട്ടും അവർക്ക് ഇതൊരു വെറും ഭൗതികമായിട്ടുള്ളൊരു കാര്യം സാധിച്ചു കൊടുക്കുന്നതായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത്രേ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ രൂപമാണല്ലേ. ഒരു കാലഘട്ടത്തിൽ തമ്മു അല്ലേ, ഇപ്പം ഒരു കോണിക്കാണ്. എന്നാൽ ഇപ്പം പൗരുഷ. ഓരോ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ സമയത്തൊന്നും തെറ്റിച്ച് വരുന്നത്. ഓൾറെഡി പെയ്യ സമയത്തുള്ള ഇങ്ങനെ വലിയ വലിയ ചാകറ്റുകൾ പൗരുഷിപ്പ് വന്നത്. ഭയങ്കര എന്തിനാ പൗരുഷിപ്പ് വന്നത്? അവർക്ക് ഏതെങ്കിലും വിധത്തിലൊക്കെ ഇതിനപ്പുറത്ത് കാര്യം ഞാൻ ചെയ്യുന്നത്. ഒരു 10 പൈസയുടെ ആദായമുള്ള മാർഗം ഇവിടെ ടൗണിൽ ഇത് പറഞ്ഞു വയ്ക്കും. വരുവീൻ ഇതെന്താണ് പറഞ്ഞത്? അവിടുത്തെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർ തുപ്പിട്ടുള്ളപ്പോൾ ഇടുവാണ്. അതിനകത്ത് ലോകത്തിലാണ് ജീവിക്കുന്നത്. ദിവസങ്ങളിൽ മറ്റുള്ളത് നോക്കി കഴിഞ്ഞാലൊന്നും പൗരുഷങ്ങളൊക്കെ വളരെ സമയം പോകുന്നു. അച്ഛനിങ്ങനെ പറഞ്ഞില്ല, അച്ഛനിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല. പോകുന്നു ഈ ആരാധനയും ഇതെല്ലാം കളയുന്നില്ല. ഇവിടെ ഇല്ലാത്തതാണോ പൗരുഷൻ? തെറ്റാണെന്ന് ഞാൻ പറയണം. നമുക്ക് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പം തമ്മിൻ്റെ കാര്യം ഇപ്പോഴില്ലല്ലോ. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ മാർക്കറ്റാണ്, ഓരോരോ മാർക്കറ്റ്. തുടർന്ന് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വീടാണെങ്കിലും ഒഴിവാക്കുവാൻ വേണ്ട അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നു. ദൈവം അംഗീകരിക്കട്ടെ. എല്ലാവർക്കും സന്തോഷം. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ തമിഴ്നാട്ടിലേക്ക് കടന്നു ചെന്ന്, കാരണം ഈ സുവിശേഷം അറിയിക്കുന്ന സമയങ്ങളിൽ ഈ നമുക്ക് ആത്മീയ മണ്ഡലത്തിലെ പോരാട്ടമുണ്ട്. സുവിശേഷം നമ്മളോട് സത്യപരമായിട്ടും നമ്മൾ പോയിട്ട് സുവിശേഷം പബ്ലിക്കായിട്ട് അറിയിക്കുമ്പോൾ അവിടുത്തെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. അത് നമ്മളെ പല ക്ഷീണം ഉണ്ടാകും. പല രീതിയിൽ വേറെ രീതിയിലെ കുടുംബ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വേറെ വേറെ കാര്യങ്ങളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തളർത്തിക്കളയാൻ ശ്രമിക്കും. അത് യഥാർത്ഥ സത്യമാണ്. പക്ഷെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് മുന്നേറാം. നമ്മൾ തളർന്നു പോകാതെ പല കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കാട്ടിക്കും വലിയവനല്ലല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ദൈവത്തെ കാട്ടിക്കും
വലിയ ശക്തി ഒന്നുമില്ല നമ്മളെ ജയിക്കാൻ. ഞാൻ ആ ഗ്രാമത്തിൽ പോയി ആദ്യം സ്വീകരിച്ച് ആരംഭിച്ചപ്പോൾ ഞാൻ ആദ്യം ഒരു 6 മാസം സ്വീകരിച്ച് ആരംഭിച്ചിട്ടില്ല. ആ ഗ്രാമത്തിക്ക് വേണ്ടി വേറെ ഒരു വീട് നടുക്ക് അച്ഛൻ വണ്ടിക്ക് വലി കാണിച്ചില്ല, അത് തൊട്ട് അടുത്തിരിക്കുന്ന വീട് നടുക്ക് ഒരു വീട് എനിക്ക് വാടകയ്ക്ക്. അപ്പോൾ ആദ്യമായിട്ട് 6 മാസം ആ ഗ്രാമത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ച് കളഞ്ഞപ്പോൾ ദൈവം ഒരു ദർശനം കാണിച്ചു. അപ്പോൾ ആ ഗ്രാമത്തിലെ ഭയങ്കര ഞാൻ അവിടെ നമ്മ താമസിക്കുന്ന ഗ്രാമത്തിൽ അപ്പുറത്ത് നിൽക്കുക. അപ്പോൾ ഒരു കൂട്ടം ജനം ആരാധിക്കാൻ വേണ്ടി കൂടി. പുറകിൽ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു കൂട്ടം ജനം മറ്റേ ബിംബ ആരാധനയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഒരു കൂട്ടം കൂടി. അപ്പോൾ ഈ ശക്തി എന്നെ തകർക്കാൻ വേണ്ടി എനിക്കെതിരായിട്ട് നിൽക്കുക. അപ്പോൾ ദൈവാത്മാവ് എന്നെ മേലെ പൊക്കി പിടിച്ചു മണ്ടയ്ക്ക് ഞാൻ പറന്നു പോണ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അന്ന് ഞാൻ തീരുമാനിച്ച് ഈ ഗ്രാമത്തിൽ അന്ധകാരമുണ്ട്, ഭയങ്കര പോരാട്ടമുണ്ട്. നേരത്തിലെ ഒരു ദൈവദാസനെ പഠിച്ച ഒരു പയനെ വെച്ച് അവന് അന്ധകാരത്തിൽ കീഴ്പ്പെട്ടു പോയി കേട്ടോ, അന്ധകാരത്തിൽ കീഴ്പ്പെട്ടു. പിന്നെ അതിന് ശേഷം நம்ம சிம்சோன் நம்ம கூட வந்த சிம்சோன் எல்லா ஆட்சியும் போவோம். நான் அதுக்கு ശേഷം എൻ്റെ കൂട്ടുകാരൻ പോയി. പക്ഷെ കുറേ ദിവസം ഞാൻ നല്ല ഒരു സുവിശേഷം, നല്ല ഒരു സമർപ്പണമുള്ള ഒരു സുവിശേഷം അറിയിக்கிற ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. അത് അവിടെ കുടുംബമായിട്ട് പാർത്ത് ഈ സുവിശേഷങ്ങളെ അപ്പൊ ഞാൻ പോയി അന്ന് ദർശനം കണ്ടത് പോലെ നമുക്കൊരു കൂട്ടം ദൈവം അവിടെ തന്ന് 10-22 പേര് കൂടി വന്ന് 6 മാസം ഒരു വർഷം തുടർന്ന് ആരാധിച്ചു വന്നതാണ്. ഈ കൊറോണ സമയം വന്നതാ കുറച്ച് പകുതി പേർ പോയി, അവർ രക്ഷിക്കപ്പെട്ടില്ല. 5 പേർ സ്ഥാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് അവിടെ ഒരു സഭയായി. അപ്പൊ അവിടെ സഭ 2 സഭ ഞായറാഴ്ച ഇങ്ങോട്ട് നടത്തണം അങ്ങോട്ട് നടത്തണം അല്ലാതെ അവിടെ പോയാൽ വേറെ ആളെ നമ്മൾ വിട്ടത്. പക്ഷെ ഓരോ ആൾക്കാർക്ക് ഭയങ്കര ഒരു പോരാട്ടം, അവിടെ പ്രാർത്ഥിക്കാൻ ഭയങ്കര ഒരു പോരാട്ടം. അവിടെ ഇരുന്ന് നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഭയങ്കര നമുക്ക് ക്ഷീണം ഉണ്ടാകും, നമ്മളെ ക്ഷീണിച്ച് കിടത്തി കളയും. അതുപോലെ എല്ലാവർക്കും പോണ സഹോദരങ്ങളെല്ലാവരും പറയുമ്പോൾ അതുപോലെ അന്ധകാരം അവിടേക്ക് എവിടെയാണ് ഭയങ്കര അമ്പലങ്ങളാണ്, ഭയങ്കര അന്ധകാരം. നമ്മൾ പ്രാർത്ഥിച്ച് നല്ല പ്രാർത്ഥിക്കുന്ന ഒരാളെ ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ വർഷങ്ങൾ കളഞ്ഞ ഈ സഹോദരൻ ഞാനും പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരുന്ന് വേറെ ഒരാളെ എന്നെ വിളിച്ച് ഈ സഹോദരനെ പഠിപ്പിച്ച ബൈബിൾ കളഞ്ഞ് പഠിപ്പിച്ച ഇവിടെ കേരളത്തിൽ പഠിച്ച പയ്യനാണ്. ആ പയ്യൻ നമ്മൾ ചർച്ചയ്ക്ക് ഇടയ്ക്ക് പറഞ്ഞു. അവന് ഒരു ദിവസം വിളിച്ചിട്ട് പാസ്റ്റേ ഒരാൾ ഉണ്ട് കുടുംബമായിട്ട്, നിങ്ങൾ സുവിശേഷകളേക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അന്ന് ഈ പയ്യന് ഇപ്പോൾ 4 മാസമായി. ஆனால் ஆளு புள்ளி ஸ்ட்ராங்கா. പക്ഷെ അവനെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ அப்படின்னா, ചില ആളുകൾ അവിടെ വന്ന് ജോലിക്ക് പോകാതെ ചുമ്മാ ഇരുന്ന് കളിക്കുവാണ്. പാസ്റ്റർമാരെ ജോലിക്ക് വേറെ ജോലി ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇത് എങ്ങനെ പൈസ നിങ്ങൾക്ക് പറയുന്നത് ചില ചോദ്യങ്ങളും പിന്നെ അവിടുത്തെ ഉള്ള ചില കാര്യങ്ങളും ഭയങ്കര പുള്ളിക്ക് ഭയങ്കര ഒരു പോരാട്ടമായിട്ട്. അപ്പോൾ കുഞ്ചൊക്കെ ഇടയ്ക്കിടെ ഭയങ്കര സുഖമില്ലാതെ കൂടെ ഒരു അനുഭവങ്ങൾ, ഒരു തളർത്തിക്കളയുന്ന ഒരു അനുഭവങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഞാൻ ഇടയ്ക്കിടെ പോയി അവനെ ശക്തി എടുക്കും, പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ അവിടുത്തെ നല്ല ഒരു കൂട്ടം ജനങ്ങൾ രക്ഷിക്കപ്പെടുന്ന എൻ്റെ വിശ്വാസം. അവനക്ക് ദർശനമുണ്ട്, അതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ നമുക്ക് ആ ദേശത്തിൽ ഞാൻ ഇത്തിരി മെനക്കെട്ടതാണ് അവിടെ പോയിട്ട്. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കും, കർത്താവേ എങ്ങനെയെങ്കിലും അവിടെ നല്ല ഒരു സഭ, നല്ല ഒരു കൂട്ടം, ഒരു 1000 ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. അതല്ലാതെ നിങ്ങൾ എല്ലാവരും വന്നത് എங்களுக்கு അനുഗ്രഹമാണ്. അവിടെ എല്ലാവരും 2 ടൈം പോണത് അവിടെ സുവിശേഷം അറിവിക്കാതെ സുവിശേഷം കേൾക്കാതെ ഗ്രാമങ്ങളാണ്. ഇന്ന് സുവിശേഷം അവിടെ ഉണ്ടെങ്കിലും ഞാൻ അത് 100 വർഷം പഴക്കമുള്ള അച്ഛൻ. ഞാൻ ഈ ഗ്രാമ വീട് വീടായിട്ട് ടാക്സ് കൊടുക്കും. 6 മാസം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി, വീട് വീടാ പോയി. അപ്പോൾ ഒരു മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ മരിച്ചു പോയി, ഇപ്പോൾ എല്ലാ ആള് ഒരു 5 അപ്പോൾ എൻ്റെ വാസിച്ചത് ചേർന്ന വസനം, മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യുന്നത് ആ വസനമാണ് വാസിച്ചിട്ട്. പക്ഷേ ഈ വസനം, ദൈവവസനമെല്ലാം കേൾക്കാനും അത് വായിക്കാനും നല്ലതാണ്, അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പക്ഷേ ഈ 100 വർഷമായി ഈ CS നമ്മൾ പ്രസാദിച്ച് CS 100 വർഷമാണ്. അവിടെ ഒരു സ്കൂളും ഉണ്ട്, അവിടെ സ്കൂളാണ് പിള്ളേർ. எனக்கு இப்போ 72 വയസ്സായി ആ മനുഷ്യൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ കുഞ്ചാ இருக்க തൊട്ട് 1ാം ക്ലാസ് 2ാം ക്ലാസ് കൂടെ എന്നെ പഠിപ്പിച്ച സാറുകളുണ്ട്. അപ്പോൾ അന്ന് ഇവിടെ ആരാധനയിൽ കൂടി വന്ന് ഒരുപാട് ജനങ്ങളുണ്ട്. ഒരു ദൈവദാസൻ അവിടെ CSIയിലെ ദേവദാസൻ, CSIയിലെ ഉള്ള അച്ഛൻ പാതിരി வந்து അവിടെ കല്യാണം കെട്ടാതെ ഒരു പുതിയ ചെറുപ്പക്കാര ഒരു ആൾ வந்து അവിടെ പ്രവർത്തിച്ച് അവിടെ ആരാധന നടത്തി. നമ്മളെ സുവിശേഷം അറിയിക്കൂടാതെ
പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം മരുതങ്ങണർ. ആ മരുതങ്ങണർ അവിടുത്തെ ഒരു പെണ്ണ് സ്നേഹിച്ചു കല്യാണം കെട്ടി. പക്ഷെ ആ പെണ്ണ് നല്ല വസ്തുവുള്ള പൈസ ഉള്ള ആൾക്കാർ. ഈ പാസ്റ്റർ ചേച്ചിയിലുള്ള പാസ്റ്റർ. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യ പ്രശ്നം ഉണ്ടായി. ഇവൻ മണ്ണെണ്ണ ഒളിച്ച് അവനത്തിൽ കത്തിച്ചു ഭാര്യ. അത് ഈ ഹൈന്ദവ മനുഷ്യൻ പറയുക ഈ ശപിക്കപ്പെട്ട ഈ ആലയമാണ് ആ മനുഷ്യൻ ചെല്ലുക. അതോടെ ഈ ജനങ്ങൾ എല്ലാം പോയി. അപ്പൊ അതിന് ശേഷം ഒരു നല്ലൊരു വചനം പറയുന്നതല്ലാതെ ഒരു 4 പേര് അവിടെ വന്ന് കൂടി വന്ന് 4 പേർ 2 കുടുംബക്കാരെ അവിടെ വന്നു. എല്ലാം മാറി. അപ്പൊ ഈ കളഞ്ഞ മാസം அதை നടത്തിക്കൊണ്ടിരുന്ന ഒരു ആള് പാതിരില്ല ഒരു സ്കൂളിലെ ടീച്ചറാ. ആ മനുഷ്യൻ കളഞ്ഞ മാസമാ മരിച്ചത്. അന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ല കളിച്ച പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല അവരുടെ ചേട്ടനാണ് സ്കൂൾ ടീച്ചറായിട്ട് ഉണ്ടായിരുന്നു. ഈ ചർച്ച നടത്തിക്കൊണ്ടു പോകണം അവർ കുടുംബമാണ് ഈ 2 കുടുംബമാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ഞാൻ അവിടെ വന്നതിന് ശേഷം ഈ മനുഷ്യന് വേറെ ആളുടെ പറഞ്ഞു ഞാൻ കുറേ ദിവസം മരിച്ചു പോയായിരുന്നു. കളഞ്ഞ മാസം മരിച്ചത്. ഞാൻ അടക്കത്തിൽ പോയിട്ടില്ല. പിറ്റേ ദിവസം പോയായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞത് ഈ ദേശത്തേക്ക് ഈ ഗ്രാമങ്ങൾക്ക് ഒരു ദൈവദാസനെ ദൈവം അയക്കാൻ വേണ്ടി വർഷങ്ങളായിട്ട് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു. അപ്പൊ നമ്മ വന്നതോട് വളരെ സന്തോഷമാണ്. അവിടെ ഞങ്ങളെ പ്രവർത്തിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. CSA മരിച്ചു പോയി. ഇപ്പൊ യാർ നടത്തുന്ന അറിയത്തില്ല. 2 കുടുംബങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ എല്ലാവരും വളരെ സന്തോഷമാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അവരെ സ്വീകരിക്കുക സ്നേഹിക്കുക നല്ല ഒരു സ്നേഹമാണ്. അപ്പൊ അവിടെ നല്ല ഒരു ആരാധന നല്ല ഒരു കൂട്ടമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്നിട്ട് ഈ സ്ഥിരം താമസമില്ലാത്ത ആൾക്കാരുടെ നമ്മൾ ചെയ്യുന്നത് കുറേ പേര് എതിരെ വന്ന് 100-200 പേർക്ക് മേലെ നമ്മൾ ചർച്ചിൽ വന്ന് കാണും. ഇതിൽ ഭാഷ പറഞ്ഞ അത്ഭുതം நிறைய കർത്താവ് എനിക്ക് അത്ഭുതം ഉണ്ടാകുന്ന അറിയത്തില്ല. ദൈവം എന്നോടിരുന്ന് ഒരുപാട് പേർക്ക് വിടുതല തന്നിട്ടുണ്ട് ദൂത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല പുറത്ത് മലയാളി കുടുംബങ്ങളെ കടന്നുപോയിനാണ് ഇവിടെ ഉള്ള ആളുകൾക്ക്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ കൃപ ഇപ്പൊ നമ്മളുടെ അത്ഭുതം അടയാളം ദൈവം ചെയ്യുന്നതിന് ഒരു കാരണം എന്ത് വരുന്നു അത്ഭുതം അടയാളം ചെയ്തിട്ടുണ്ടോ ഇവിടെ ചില കുടുംബങ്ങൾ നമ്മ മൂലമാ ദൈവം നമ്മ ഉണ്ടെന്ന് ഈ ദേശത്തിലെ പിടിച്ചു നിൽക്കുന്നത് ഒരു കാരണം ദൈവത്തിന്റെ കൃപ ഈ ദേശത്തിൽ. പക്ഷെ ഒരുപാട് ആൾക്കാർ ഈ കണ്ട് വിടുതല പ്രാപിച്ചിട്ടുണ്ട്. ദൂതനാണ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ് ദൈവത്തിന്റെ വെളിപ്പാട്. അപ്പൊ അവർക്ക് പേടിയാണ്. ദൈവം ഉണ്ട്. അത്ഭുത ചില പേർ പ്രാപിച്ചിട്ടുണ്ട്. ഈ അവരെ പോയി ഒന്നും ചെയ്യരുത് ഓർത്തേക്കുന്നത്. എത്രയോ ഉപദ്രവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നമ്മൾ അങ്ങനെ നടത്തുന്നത് നല്ലതാണ്. അത്ഭുതം കൊണ്ട് ആരും രക്ഷിക്കപ്പെട്ട് സ്വർഗത്തേക്ക് പോകുന്നില്ല. ചില പേർ മാനസാന്തരപ്പെട്ട്. അപ്പം ആ അത്ഭുതം എനിക്ക് അത്ഭുതം ചെയ്തത് കൊണ്ടാണ് ഞാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ഇവിടെ ദേവദാസനായിട്ട് മരിക്കാൻ വേണ്ടിയ കണ്ടിട്ടില്ല. ചില പേർ അത്ഭുതം സംഭവിച്ചപ്പോൾ ചിലവർ മാനസാന്തരമുണ്ട് സത്യ സുവിശേഷം കേട്ട്. അപ്പോൾ കർത്താവ് ഒരു ലൂക്കാസിന്റെ സുവിശേഷം മാത്രം 1 മാസം പാലിക്കുന്നുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് 10-ാം അധ്യായത്തിലുള്ള ശിഷ്യന്മാരിൽ അയക്കുന്നുണ്ട്. ലൂക്ക 10-ാം അധ്യായത്തില് എട്ടും 9 ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ഏത് പട്ടണത്തിലെങ്കിലും ചെന്നാൽ അവർ നിങ്ങളെ കൈക്കൊള്ളുന്നു എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഭക്ഷിപ്പിൻ. അതിലെ രോഗികളെ സൗഖ്യമാക്കി ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചിരിക്കുന്നു എന്ന് 9-ാം വാക്യത്തില് രോഗികളെ സൗഖ്യമാക്കുക. രോഗികൾക്ക് വേണ്ടി സൗഖ്യമാക്കുക ആദ്യം. 2ാമത് ദൈവരാജ്യം ഈ രക്ഷയെ കുറിച്ച് പ്രസംഗിക്കുക. ഇത് 2 നടന്നിരിക്കണം. ഇപ്പൊ നടക്കുന്നില്ല. പക്ഷെ എല്ലാവരും എല്ലാ സമയത്തും നടക്കത്തില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ കർത്താവിനെ കൃപാവരമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവ് സുവിശേഷ ആരോഗ്യം പോകുമ്പോൾ അങ്ങനെ എൻ്റെ ചർച്ചിലുള്ള ഇപ്പോൾ ഉള്ള മെമ്പേഴ്സെല്ലാം ദൈവത്തിന്റെ കൃപയാൽ അവർ രക്ഷിക്കപ്പെട്ട് സ്ഥാനം വിട്ട് നിൽക്കുക. പക്ഷെ ഭൂതം ബാധിച്ചവർ, മന്ത്രവാദ കെട്ടിൽ കീഴ്പ്പെട്ടവർ.
കുറേ പേര് ஒரு குடும்பம்லாம் പറഞ്ഞ് அவருக்கு பயங்கர தீராத தலைவேதனை ஆதியம் പറഞ്ഞ് நாங்கள் வந்து ஐந்தவரம் சவிக்கிறதுக்கு வேண்டி வருவோம். வேற நாங்கள் ஏசு கிறிஸ்துவ சொந்த சீரிக்கன்னு ஓப்பனாக പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സാറല്ല കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം കർത്താവ് സവിക്കുന്നത്. അവിടെ വന്നാൽ മതി. വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇപ്പോൾ 4-5 വർഷം ചർച്ച പോയി. ഈ രക്ഷ നമ്മ പറയണ്ട, നമ്മ പറയണം. പക്ഷേ ഈ രക്ഷിക്കുന്നത് കർത്താവ്. പക്ഷേ നമ്മൾ സവിക്കാൻ കൊടുക്കുക, ദൈവം വെളിപ്പെടുത്തുക. കാരണം എന്ത് அப்படின்னா പശ്ചാത്തലം நம்ம இருதயத்தில் തന്നത് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷേ അത്ഭുത അടയാളമോ നമുക്ക് വേണം. പക്ഷേ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഒരു പട്ടണത്തിൽ അയക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസാദിക്കുക. ഒരു ദൈവരാജ്യം ഉണ്ട്, ഇത് സ്ഥിരമില്ല. രക്ഷപ്പെടുക, സൗഖ്യം കൊടുത്തിട്ട് അത് ഉറപ്പായിട്ട് പറയുക. കർത്താവ് രക്ഷകരായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിത്യ നരകമാണ്. സ്വർഗം ഉണ്ടെന്നുള്ളത് വിവരിച്ച് ഞാൻ എവിടെ പോണാലും ഒരു വീട്ടിൽ തൂത് പറയാൻ പോകും. തൂത് പറഞ്ഞിട്ടുണ്ട് ചില ഇടങ്ങളിൽ, അവിടെ ഗ്രാമങ്ങളിൽ പോற കാര്യം പ്രാർത്ഥിക്കും. അവർക്ക് കർത്താവ് വിടുതല കൊടുക്കും. അതിന് ശേഷം നമ്മളെ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സത്യ സ്വീകരിച്ചു ഈ വിടുതല കിട്ടിയോടെ നിങ്ങൾ പോയെങ്കിൽ പിന്നെ ഇത് തിരിച്ചു വരാൻ സാധ്യത ഉണ്ട്. ദൈവ ഉത്തരവാദമില്ല, നാമ ഉത്തരവാദമില്ല. പക്ഷെ ദൈവത്തിന് അകത്ത് വന്നെങ്കിൽ, ദൈവം നിങ്ങൾ അകത്ത് വന്നെങ്കിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര ആഴ്ച ഉണ്ടോ ദൈവം കൂടെ കൊണ്ട് ഇത് സ്വർഗത്തിൽ ഒന്ന് പറഞ്ഞിട്ടാ ഒന്ന് പറയണം, ഉറപ്പായിട്ട് പറയണം. അപ്പൊ ദൈവരാജ്യം അങ്ങനെ ഒരു ലൂക്കോസിൽ മാത്രം കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അതിനെ സവിക്കാൻ നടക്കുന്നില്ല. ചിലവർ സവിക്കத்துக்கு വേണ്ടിയാ, ഈ ലോകത്തിലെ ശരീര വിടുതലയ്ക്ക് വേണ്ടിയും സവിക്കத்துக்கு വേണ്ടിയും സാമ്പത്തികം മാറാൻ വേണ്ടി, കടൻ പ്രശ്നം മാറാൻ വേണ്ടി ഈ ജനങ്ങൾ ഇപ്പൊ പബ്ലിക് ആളുകളും അങ്ങനെയാ, രക്ഷിക്കപ്പെടാത്ത ആളുകൾ. ഇപ്പൊ സഭയ്ക്കില്ല, നമുക്ക് കൂടി വരെ പെന്തിക്കോസ് സഭയില മുതൽക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇപ്പൊ എൻ്റെ മോള് ഇപ്പൊ എനക്ക് എത്ര പ്രശ്ന പൂനെയിലും പഠിക്കുക, അവൾക്ക് പൈസ വേണമോ വേണ്ടാമോ. അപ്പൊ ഞാൻ വന്ന് നിങ്ങളുടെ പറയും, എൻ്റെ മോൾക്ക് ഈ മാസം ഫീസ് അടയ്ക്കാണ് പൈസ ആക്കുന്നത്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. തെറ്റല്ല, പക്ഷെ ഞാൻ പറയത്തില്ല. ദൈവം തന്നാ പഠിക്കുക വയ്ക്കുക. ദൈവം നമ്മ മക്കളെ തന്ത ദൈവവചനം നമ്മ പ്രസംഗിക്കുക, സത്യത്തില ജയിക്കുക. ദൈവം തന്നാ പഠിക്കുക, ഇല്ലാട്ടി ഉള്ളത് കൊണ്ട് ജീവിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ. ഞാനിപ്പോ മോളുടെ പറഞ്ഞു വിട്ടത്, ഫീസ് കർത്താവ് തന്നാ അവിടെ നിൽക്കാം. കർത്താവ് തന്നിട്ടില്ലെങ്കിൽ തിരിച്ച് അവിടെ ട്രെയിൻ ഇറങ്ങിട്ട് വന്നാൽ മതി. നമുക്ക് ഞങ്ങൾ കൊടുക്കുന്ന കഞ്ചിയിൽ അവള് കൊടുത്തിട്ട് ജീവിച്ചാൽ മതിയില്ല, നമുക്ക് സ്വർഗത്തേക്ക് പോകണ മതിയില്ല. അതിക്ക് വേണ്ടി എപ്പോഴാണല്ല കടൻ വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമല്ല. പക്ഷെ അത് അവിശ്വാസം ആണ്. ദൈവം കൈവിടത്തില്ല, ദൈവം കൈവിടത്തില്ല, സത്യമാണ്. കാരണം ഇപ്പൊ ഞാൻ പണിത വീട് ഒരു ശരിയാ നീളമൊന്നും കണ്ടില്ല. ആവശ്യമുള്ളതുണ്ട്, ആവശ്യമുള്ളത് പണിട്ടുണ്ട്. എനിക്ക് വീട് വയ്ക്കണമെങ്കിൽ ആഗ്രഹം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം സുവിശേഷ സഭയിലേക്ക് വന്ന് ഈ ദേശത്തെ കണക്കാക്കി വന്നപ്പോൾ ഇവർ നമുക്ക് സഭയെ താമസിക്കുന്ന സഭ ഇപ്പോൾ ഞാൻ ഒരുമിച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനം വിട്ടതാ മസ്കറ്റില്ല. അങ്ങനെയുള്ള പരിചയത്തിലേ വന്നത്. ഒരു റോൾ കിടക്കുന്നത് സുവിശേഷം അറിയിച്ച ആത്മാവ് ആരാധന നടത്താൻ കൂടെ ഒരു താല്പര്യത്തോടെ ഞാൻ തുടങ്ങിയത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അവിടെ ഞങ്ങൾ താമസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ട് ആത്മാക്കൾ വരാൻ തുടങ്ങി, സ്ഥാനപ്പെടാൻ തുടങ്ങി, അത്ഭുത അടയാളങ്ങൾ അങ്ങനെ ആളുകൾ കൂടി വരാൻ തുടങ്ങി. അപ്പോൾ വളരെ സന്തോഷം, എന്നെ ദൈവം ഉപയോഗപ്പെടുത്താൻ എനിക്ക് വളരെ സന്തോഷം. പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ പോലാണ്. പക്ഷെ ഇത് കണക്കാക്കി ഇവർ അമേരിക്ക പോലെ തീരുമാനിച്ചിരിക്കുക. പക്ഷെ ഇവിടെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി നമ്മളെ അതിൽ കുളിക്കും. അപ്പോൾ എനിക്ക് ഇത് എല്ലാം രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കും. അതേമാതിരി അഡ്രസ്സിൻ്റെ കാര്യം എവിടെ പോണേന്ന് ഇവിടെ പിള്ളേർ കൂടെ ഞങ്ങൾ സെറ്റിലാകാൻ തീരുമാനിക്കുമ്പോൾ അഡ്രസ് ഇല്ലെങ്കിൽ അവർ ഒന്നും ചെയ്തു തരുന്നില്ല. പഞ്ചായത്തിലെയോ പോലീസിലെയോ ഒരു പാസ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ ഒരു ആളുകൾ നിങ്ങൾ തമിഴ്നാട്ടിൽ പോകും പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കുറച്ച് പാറകൾ വന്നപ്പോൾ പിന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇവർക്ക് ഒരു അടിമയെ പോലെ നിന്ന് നോക്കി വന്നപ്പോൾ ഇത് രണ്ടും കൂടി എനിക്ക് ചെയ്യാൻ ഒക്കത്തില്ല, ദൈവവേലയും ഇതും. പക്ഷെ അവിടെ ഓല വേറെ ആരും വാടകയ്ക്ക് തരുന്നില്ല. അത് അധ്യാനം തരില്ല, മധ്യ അധ്യാനം വാക്ക് കൊടുത്തിട്ട് മാറിയതാണ്. നിങ്ങൾ സഭയിലെ മെമ്പറാവട്ടെ,
എനിക്കറിയാം അവരുടെ മോനുടെ എനിക്ക് അവരുടെ റിലേഷൻ എന്നോട് മസ്കറ്റിൽ ഉണ്ടായിരുന്നു. മറ്റേ അറിയാം. ഇത് വാക്ക് കൊടുത്തിട്ട് മാറിപ്പോയതാണ്. പക്ഷേ ഒരു ആരാധനയ്ക്ക് സ്ഥലം താല്പര്യമില്ല. ഒരു വീട് തറ ഇവിടെ ആരും പാസ്റ്റർമാർക്ക് കൊടുക്കത്തില്ല. ഈ ഏരിയയിലെ പാസ്റ്റർമാർക്ക് വീട് കിട്ടത്തില്ല. ഇവര് തന്നെ ഈ വീട് എത്ര പേര് ചോദിച്ചിട്ട് പാസ്റ്റർമാർക്ക് തരത്തില്ല ഈ വീട്. അപ്പൊ ഇവിടെ പാസ്റ്റർമാർക്ക് വീട് കിട്ടത്തില്ല. പക്ഷെ ആരാധനയ്ക്ക് ഞാൻ തങ്ങളെന്ന ആരാധനയ്ക്ക് തങ്ങളാളുകൾ കടന്നു വന്നാൽ ആദ്യം സമ്മതിച്ചില്ല. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ദൈവസിനാണ് കർത്താവ് എനിക്ക് മാളിക ഒന്നും വേണ്ട, എനിക്ക് ആരാധിക്കുള്ള സൗകര്യങ്ങൾ കിടക്കാനുള്ള സൗകര്യങ്ങൾ അന്നൊരു പ്രാർത്ഥിച്ച് അതത് സമയം വന്നപ്പോൾ കൊണ്ട് ദൈവം അത് ക്രമീകരണം കുറച്ച് അത് ചെയ്തു. എങ്ങനെ ഇപ്പോൾ அது ஒரு 20 லட்சம் ரூபா பைசா அதில் முடங்கி காணும். 20 லட்ச ரூபா. ஆனால் நான் முடைக்கிறது 13-14 தான். ஏன்னா இந்த கூட்டுக்காரன் வந்து செய்தது ஒன்று குறைச்சி லாபம். அது 20 லட்ச ரூபா 20 போய் காணும். இன்னும் 2 லட்சம் தான் வீடு ஃபினிஷ் ஆகணும், டைல்ஸ் மாதிரி. இத்தனை ரூபாயும் நான் யார்ட்டையும் போய் ചോദിച്ചിട്ടില്ല. അപ്പോൾ ദൈവ വേലയെ ആത്മാർത്ഥമായിട്ട് சேவை நம்ம செய்யும்போது ദൈവത്തോടെ നമ്മൾ ചോദിക്കും, ദൈവം പ്രാർത്ഥിക്കാം, ദൈവം തന്നാ നമ്മൾ ചെയ്യാം, മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അങ്ങനെ ദൈവം ഇതുവരെ എനിക്ക് ചിലപ്പോ എനിക്കൊരു ഭയമുണ്ട്. നമ്മൾ ശുചിസേവയിലേക്ക് വന്നിട്ട് വീട് വയ്ക്കും. കുറേ പേര് ഒരു എൻ്റെ വിശ്വാസികളുടെ ഒരാൾ തെക്കുന്നില്ല ചോദിച്ചു, നിങ്ങൾ പാസ്റ്റർ ഇവിടെ വന്നിട്ട് ഈ ഇത്ര പട്ടിന് വീട് വെച്ച് ഇവ എൻ്റെ മോളെ PhD ഇറങ്ങി പഠിക്കുക, എൻ്റെ 10 ലക്ഷം എൻ്റെ കയ്യിലെ വച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നില്ല. നമുക്ക് കൂടെ ഉള്ളവർക്ക് അറിയാം, മറ്റുള്ളവർക്ക് അറിയത്തില്ല. ഇവർ എത്ര ഭൗതികമായിട്ട് വളർച്ചയെ നോക്കണം. ആളുകൾ പറയുക പക്ഷെ എല്ലാം നമ്മ വേണ്ടാണ്ട് ഇട്ടിട്ട് വന്നതാണ്. ജോലി കളഞ്ഞ് നല്ല സമ്പാദ്യം, 2 പേർക്ക് ജോലി ഉണ്ട്, ജോലി കളഞ്ഞിട്ടാ വന്നത്. പക്ഷെ പൈസക്ക് പുറകെ വന്നിട്ടില്ല. പൈസ നമ്മളെ തകർത്തി കളയുന്നത് പണമാണ്, സാത്താണ്. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ സാത്താൻ നേരിട്ട് നമ്മുടെ ഡയറക്റ്റില്ല, സാമ്പത്തികത്തെ പണത്തെ കൊണ്ടാണ് മുന്നാടി നിർത്തിയിട്ടാ നമ്മളോட കോൾ ചെയ്യണം. നമുക്ക് ആവശ്യങ്ങളുണ്ട്, പക്ഷെ ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചെങ്കിൽ ഇതൊരു വിഷയമല്ല. ദൈവം എന്ത് തരുതോ, ഇനി കഞ്ചി അച്ചാറിനാ കഞ്ചി അച്ചാർ, നാളെ ബിരിയാണിനാ ബിരിയാണി. അങ്ങനെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പായിട്ട് ഇതുവരെ കടൻ വാങ്ങാതെ അത്ഭുതമായിട്ട് നടത്തി. അവിടത്തുള്ള സുവിശേഷങ്ങളെ ഇവിടെ ഇருந்து വന്നപ്പോൾ സത്യം പറഞ്ഞ ഇവിടെയാണ് ശമ്പളം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശമ്പളം ഞാൻ ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ഒരു 7-8,000 രൂപ ഒരു 10,000 കിട്ടും. ഇവിടെ ചർച്ചിൽ ജനങ്ങൾ തരുടെ സ്വതന്ത്രകാലം ചെയ്യുന്ന ദശാംശം ഞാൻ അവരെ ചിലവാക്കും. ഞാൻ എനിക്കും എടുക്കുന്നില്ല, എനിക്ക് എത്രയോ ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവിടെ തീരുമാനിച്ച് കർത്താവ് ഇതിലുള്ള സ്വതന്ത്രകാലം ചെയ്യും ദശാംശമും ദൈവബലയ്ക്കും. ഞാൻ ഈ മോളെ അവിടെ അഡ്മിഷൻ എടുக்கிறதுக்கு 1,500 രൂപ വിസിറ്റ് பண்ணுறதுக்கு എൻ്റെ കയ്യിൽ അന്ന് ഇല്ലാതെ വന്നു. 1,500 രൂപ. ஆனால் എൻ്റെ കബോർഡിലെ പൈസ ഉണ്ട്. ഏത് പൈസവാ ഈ ദശാംശം കാണിച്ച് ഒരു കവർ നിറച്ചുണ്ട്. ഞാൻ എടുക്കുന്നില്ല, വേണ്ട, തീരുമാനിച്ചാൽ തീരുമാനിച്ചു. അത് അതിൽക്കൊന്ന് മാറ്റിനാ മാറ്റിയത്. ദൈവം തരും, അത്ഭുതമായിട്ട് ദൈവം നടക്കും. അപ്പൊ അങ്ങനെ സത്യമായിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് നമുക്ക് അത്ഭുത അടയാളം വേണം. ചിലവർ രക്ഷിക്കപ്പെട്ടും ചിലവർ രക്ഷിക്കപ്പെടാതെ പോകും. അത് നമുക്ക് വിജയമേ. അത് യേശു കാലത്തിലുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കാലത്തിലുണ്ടായിരുന്നു. കുറേ പേർ അത്ഭുതം പ്രാവർത്തി തിരിച്ചു പോകും, കുറേ പേർ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടു. അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ആ ഗ്രാമത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾ വന്നത് വളരെ എനിക്ക് സന്തോഷമാണ്. അവിടെ ഒന്ന് പക്ഷേ ആ ദേവദാസനക്കും വളരെ സന്തോഷമാണ്. പക്ഷെ അവർക്ക് കൈത്താങ്ങൾ കൊടുത്ത് ധൈര്യപ്പെടുത്തുമ്പോൾ ആ ദൈവബലം നടക്കും. തീർച്ചയായും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്ദി പറയുന്നു. ഞാനല്ലയോ കലങ്ങുന്ന